ഹായ് ഫ്രണ്ട്സ്, ഞാൻ മാർട്ടിൻ. അവസാനമായി ഇറങ്ങിയ 4 സിനിമകളെക്കുറിച്ചുള്ള ചുരുക്കിയുള്ള റിവ്യൂവും അതേപോലെ എൻ്റെ അഭിപ്രായത്തിൽ ആ സിനിമകൾക്കുള്ള സ്ഥാനങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, എൻ്റെ അഭിപ്രായത്തിലാണ് ഞാനിത് പറയുന്നത്. അപ്പം നിങ്ങൾ ഈ 4 സിനിമകളും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ സിനിമയ്ക്കുള്ള സ്ഥാനങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാം. ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് ബസൂക്ക സിനിമയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമയ്ക്ക് 4ാം സ്ഥാനമേ പറയാൻ കഴിയുകയുള്ളൂ. കാരണം ഈ സിനിമയിൽ മമ്മൂട്ടിയുടെ അവസാനത്തെ ആ 20 മിനിറ്റ് ആറാടിയിരിക്കുകയാണ് മമ്മൂക്ക. അതേപോലെ തകർപ്പൻ പെർഫോമൻസ് ആണ് എന്നൊക്കെയാണ് പലരും പറയുന്നത്. പക്ഷേ എനിക്ക് ആ 20 മിനിറ്റ് മമ്മൂക്കയുടെ കഥാപാത്രമായ വിനോദ് മേനോൻ ചെയ്തു കൂട്ടിയിരിക്കുന്നതൊക്കെ വെറും കോപ്രാട്ടി തരങ്ങളായിട്ടേ തോന്നിയുള്ളൂ. ബോറടിപ്പിച്ചിരിക്കുകയാണ് ആ അവസാന നിമിഷങ്ങൾ. സത്യം അതാണ്, എനിക്ക് അങ്ങനെയാണ് ഫീലായത്. കാരണം ഈ സിനിമയുടെ ഡയറക്ടറായ ഡീനോ ഡെന്നിസ് ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്ന കഥയും തിരക്കഥയും തന്നെയാണ്, മറ്റൊന്നുമല്ല. അദ്ദേഹത്തെ കൊണ്ട്, മമ്മൂക്കയെ കൊണ്ട് ഈ വിനോദ് മേനോൻ എന്ന കഥാപാത്രത്തിലൂടെ അവസാനമാകുമ്പോഴേക്കും കോപ്രാട്ടി തരങ്ങൾ ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. അത് മമ്മൂക്കയുടെ മിസ്റ്റേക്ക് അല്ല, കാരണം മമ്മൂക്ക ഒരു മഹാനടനാണ്. സത്യം പറഞ്ഞാൽ ഡീനോ ഡെന്നിസ് ഇതിലൂടെ ചിന്തിച്ചത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഷൈലോക്ക് എന്ന സിനിമയിലെ മമ്മൂക്കയുടെ ആ ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ദേവൻ എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര് ഷൈലോക്ക് സിനിമയിൽ. ആ സിനിമ കണ്ടവർക്കറിയാം, ഒരു പൊള്ളി സാധനമാണ് ആ സിനിമ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. മമ്മൂക്കയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്ന് തോന്നിപ്പിച്ച ഒരു സിനിമയാണ് ഷൈലോക്ക്. നല്ലൊരു സിനിമയാണ്. അതിൽ ഫാമിലി സെൻറ്റിമെൻറ്റ്സ്, അതേപോലെ മമ്മൂക്ക ആദ്യം മുതൽ അവസാനം വരെയും ആ സിനിമയിൽ ആറാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്. പൊളിച്ച ഒരു അഭിനയമാണ് മമ്മൂക്ക അതിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഒരു കഥാപാത്രത്തെ മേക്ക് ചെയ്യാനാണ് ഡീനോ ഡെന്നിസ് ശ്രമിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് ഒത്തില്ല. കാരണം അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന ഈ കഥയും തിരക്കഥയും തന്നെയാണ് ഒരു സുഖമില്ലാത്ത രീതിയിലാണ് ഈ കഥ അങ്ങനെ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ 20 മിനിറ്റിന് മുമ്പ് വരെയുള്ള സംഭവങ്ങളൊക്കെ സീരിയസ് ആയിട്ടാണ് മമ്മൂക്കയുടെ കഥാപാത്രം പോകുന്നത്. സീരിയസ് ആണെന്നേ ഉള്ളൂ. പക്ഷേ ആ 8-2-16 പണി, ആ ആക്ഷൻ അല്ലാതെ ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെ യാത്രയിലും ഇരുന്നും ഒക്കെ തന്നെയാണ് സീരിയസ് ആയിട്ട് അങ്ങനെ പോകുന്നേ ഉള്ളൂ. അതും വലിയൊരു സുഖമായിട്ട് എനിക്ക് തോന്നിയില്ല. ഈ സിനിമയിൽ ശരിക്ക് എനിക്ക് നല്ലൊരു കഥാപാത്രത്തെ ഡീനോ ഡെന്നിസ് മേക്ക് ചെയ്തു എന്ന് തോന്നിയത് ഗൗതം മേനോൻ്റെ ബെഞ്ചമിൻ ജോഷുവ എന്ന കഥാപാത്രമാണ്. അത് പൊളിച്ചിട്ടുണ്ട്, അതെനിക്കിഷ്ടമായി. അതേപോലെ ഹക്കീം ഷായുടെ ക്യാരക്ടറും കുഴപ്പമില്ല. മമ്മൂക്കയുടെ കഥാപാത്രത്തെ അദ്ദേഹം നല്ല രീതിയിൽ മേക്ക് ചെയ്യാൻ ശ്രമിച്ചതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അത് ശരിയായില്ല. ഇനി നിങ്ങൾക്ക് വേറെ അഭിപ്രായമാണെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കാം. എനിക്കെന്തായാലും ഈ സിനിമ അത്രയ്ക്കൊരു സുഖമായിട്ട് തോന്നിയില്ല. അപ്പോൾ ഇതുപോലെ വലിയൊരു നടനെ വെച്ച് ചെയ്യുമ്പോൾ, മമ്മൂക്ക നമ്മുടെ കേരളത്തിൻ്റെ മഹാനടനാണ്, അദ്ദേഹത്തെ വെച്ച് സിനിമ എടുക്കുമ്പോൾ ഡയറക്ടർമാർ അദ്ദേഹത്തിൻ്റെ അഭിനയത്തെ മാക്സിമം ചോർത്തിയെടുക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ആ സിനിമ ഒരു ഗംഭീര വിജയമായിരിക്കും. എന്തായാലും ഞാൻ ഇതിനെക്കുറിച്ച് കുറേ പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം വിശദമായ റിവ്യൂ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമയ്ക്ക് 4ാം സ്ഥാനം. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന മൂവി അജിത്ത് അഭിനയിച്ച ഗുഡ് ബാഡ് അഗ്ലി മൂവിയാണ്. ഈ സിനിമ പൂർണ്ണമായിട്ടും ഫാൻസിന് വേണ്ടി, അജിത്തിൻ്റെ ഫാൻസിന്, അതേപോലെ അജിത്തിനെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മേക്ക് ചെയ്ത ഒരു സിനിമയാണെന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇത് ഫാമിലി ആയിട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഈ സിനിമയിൽ ഫാമിലി സെൻറ്റിമെൻറ്റ്സ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഈ സിനിമ ശരിക്ക് അജിത്തിൻ്റെ തന്നെ വിശ്വാസം എന്നൊരു മൂവി ഇറങ്ങിയിരുന്നു. ആ മൂവിയിലെ അതേപോലത്തെ ഒരു കഥ തന്നെയാണ് ഈ സിനിമയിൽ. അതിൽ അച്ഛനും മോളും ഉള്ള സെൻറ്റിമെൻറ്റ്സ് ആണെങ്കിൽ ഈ സിനിമയിൽ അച്ഛനും മോനുമുള്ള സെൻറ്റിമെൻറ്റ്സ് ആണ്. പക്ഷേ ഈ സിനിമയിൽ, ആ സിനിമ ഒരു ഗംഭീര സിനിമയായിരുന്നു വിശ്വാസം. അതിൽ ഫാമിലി സെൻറ്റിമെൻറ്റ്സ് ഒക്കെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷേ ഇതിൽ അതങ്ങനെ ഒരു സുഖം കിട്ടിയിട്ടില്ല. അതിൻ്റെ കാരണം ഇതിൽ അജിത്തിന് കൊടുത്തിരിക്കുന്ന ഓവർ ഹീറോയിസം തന്നെയാണ്. അപ്പോൾ ഇതിലെ ആക്ഷൻ രംഗങ്ങളൊക്കെ, ആദ്യത്തെ ആക്ഷൻ രംഗങ്ങളൊക്കെ
ശരിക്കും പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റുന്നില്ല. ഓവർ ബിൽഡപ്പ് ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിലും നായകൻ 100 കണക്കിന് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ജയിൽ പുള്ളികളെ അതേപോലെ ഗുണ്ടകളെയൊക്കെ അടിച്ച് തെറിപ്പിക്കുകയാണ് നിഷ്പ്രയാസം. അവിടെ ഒരു ത്രില്ലിങ് നമുക്ക് വരുന്നില്ല, കാരണം നിഷ്പ്രയാസം അത് സംഭവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ആക്ഷൻ രംഗങ്ങളൊക്കെ ഒരു നല്ല സുഖം എനിക്ക് തോന്നിയില്ല. പിന്നെ ഈ സിനിമയിൽ അജിത്തിൻ്റെ പഴയ ഹിറ്റ് സിനിമകളുടെ റെഫറൻസ് ഒക്കെ കുറേ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്, അത് നന്നായിട്ടുണ്ട്. അതേപോലെ തന്നെ പഴയ സിനിമകളുടെ ആ പാട്ടുകൾ, അജിത്തിൻ്റെ മാത്രമല്ല വേറെ പഴയ ഹിറ്റ് സിനിമകളുടെ പാട്ടുകളൊക്കെ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ നല്ലൊരു ബ്രില്യൻസ് ആയിരുന്നു ഇതിൻ്റെ ഡയറക്ടറുടെ. പിന്നെ അതേപോലെ ഈ സിനിമയിലെ വില്ലനായ അർജുൻ ദാസുമായിട്ടുള്ള അവസാനത്ത് ഉള്ള ആ ആക്ഷൻ രംഗങ്ങളൊക്കെ പൊളിച്ച സംഭവങ്ങൾ തന്നെയാണ്. അർജുൻ ദാസ് ഈ സിനിമയിൽ നല്ലൊരു വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയായാലും ഈ സിനിമ നമുക്ക് ഫാമിലിയായിട്ട് പോയി കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പറയാൻ കഴിയില്ല. അജിത്തിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഓക്കെ ആയിരിക്കും. എന്തായാലും ബസൂക്ക സിനിമയെക്കാളും ഒന്നുകൂടി ഒരു ത്രില്ലിങ്, അതേപോലെ ആക്ഷൻ രംഗങ്ങൾ, പിന്നെ നല്ല മ്യൂസിക്കും ഒക്കെ ഈ സിനിമയിലുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമയ്ക്ക് 3-ാം സ്ഥാനം. ഇനി 2-ാം സ്ഥാനത്തിലുള്ള മൂവി മരണമാസ്. ഈ സിനിമയുടെ കഥ തിരക്കഥയൊക്കെ ചെയ്തിരിക്കുന്നത് സിജു സണ്ണിയാണ്. കക്ഷി എന്താണോ ചിന്തിച്ചത് അത് ഈ സിനിമയിൽ കക്ഷി 100% ചെയ്തിട്ടുണ്ട്. കോമഡിയാണ് അങ്ങേര് ഉദ്ദേശിച്ചത്. സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെയും കോമഡി തന്നെയാണ്. അപ്പോൾ ചിരിക്കാൻ വേണ്ടി ഒരു സിനിമയ്ക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഫാമിലിയോടെ പോയി കാണാൻ പറ്റിയൊരു നല്ല മൂവിയാണ് മരണമാസ്. ഈ സിനിമയിൽ സ്ക്രീനിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ, അവിടെ കാണുന്ന ബോർഡുകൾ, ടീഷർട്ടിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, ബസ്സിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ തന്നെ ആ സിറ്റുവേഷൻ അനുസരിച്ച് കോമഡിയാക്കിയാണ് കാണിച്ചിരിക്കുന്നത്. കോമഡി ആയിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ എഴുതി വെച്ച്. അപ്പോൾ അതുപോലെ അവർ വളരെ ശ്രദ്ധിച്ച് ഈ സിനിമയിൽ കോമഡിക്കായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയായിരുന്നു. ഈ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ എന്തൊക്കെ അവർ കാണിക്കുന്നുണ്ടോ അതൊക്കെ കോമഡി ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ കോമഡിക്ക് വേണ്ടി ധൈര്യമായിട്ട് ഈ സിനിമയ്ക്ക് നമുക്ക് ടിക്കറ്റ് എടുക്കാം. പിന്നെ ഇതിൽ യൂട്യൂബിലുള്ള ഒരു യൂട്യൂബറിൻ്റെ ഒരു വോയിസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഈ സിനിമ കണ്ടോ ഈ സമയം കൊണ്ട് അറിഞ്ഞിട്ടുണ്ടാവും. നാഗയാണ് കാര്യം, അത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ സുരേഷ് കൃഷ്ണ ഈ സിനിമയിൽ മുഴുനീള കൊമേഡിയനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. അതേപോലെ തന്നെ ബേസിലിൻ്റെ കഥാപാത്രം. പിന്നെ ഇതിൽ സീരിയൽ കില്ലറായിട്ട് ഒരാൾ വരുന്നുണ്ട്. ആളുടെ പേര് ഞാൻ പറയുന്നില്ല. ആൾ സീരിയസ് ആയിട്ടും അതേപോലെ കോമഡി ആയിട്ടും നന്നായിട്ട് തകർപ്പൻ അഭിനയം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ചിരിക്കാൻ വേണ്ടി ഈ സിനിമയ്ക്ക് പോകാം. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമയ്ക്ക് 2-ാം സ്ഥാനം. ഇനി ഈ 4 സിനിമകളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സിനിമ ആലപ്പുഴ ജിംഖാന തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം ഈ സിനിമയിൽ കോമഡി മരണമാസിൽ എങ്ങനെയാണോ കോമഡി, ഇനി മരണമാസം ആലപ്പുഴ ജിംഖാനയിലും ഉള്ള കോമഡികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒന്നുകൂടി കൂടുതലായിട്ട് ചിരിച്ചത് ഈ ജിംഖാന മൂവിയിലെ കോമഡികൾ കേട്ടിട്ടാണ്. കാരണം ഈ സിനിമയിലുള്ള തരം കോമഡികൾ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് വേഗം ചിരി വരും. ഇടവേള കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയതിന് ശേഷം ചിരിച്ച് എനിക്ക് പിന്നെ ചിരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അത്രയും കോമഡി ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കോമഡി മാത്രമല്ല, നല്ല ആക്ഷൻ രംഗങ്ങൾ ഇതിൽ, ത്രില്ലിങ് നന്നായിട്ട് ഇതിൽ അവർ കൊണ്ടുവരാൻ ശ്രമിച്ചു. അത് വിജയിച്ചിട്ടുമുണ്ട്. നല്ല രീതിയിൽ ഈ സിനിമ മേക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ നസ്ലൻ ശരിക്കും പറഞ്ഞാൽ ഇതുവരെ ഞാൻ നസ്ലൻ്റെ കണ്ട സിനിമകളിൽ ഈ സിനിമയാണ് ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് ഇഷ്ടമായത്. നസ്ലൻ കാര്യമായിട്ട് തന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങേരുടെ ഒരു എനർജറ്റിക് ആയിട്ടുള്ള സംസാരം, അതേപോലെ നസ്ലൻ്റെ ആ കോമഡിയുടെ കാര്യം പറഞ്ഞാൽ നസ്ലൻ മാത്രമല്ല ഇതിൽ അഭിനയിച്ചിരിക്കുന്ന മിക്കവാറും ആക്ടേഴ്സൊക്കെ തന്നെ ചിരിപ്പിക്കുന്നുണ്ട്. പുതുമുഖങ്ങൾ കുറേ ഉണ്ട്. അവരെല്ലാവരും തന്നെ ലേഡി കഥാപാത്രങ്ങൾ, ഹീറോയിൻസ് എല്ലാവരും തന്നെ ചിരിപ്പിക്കുന്നുണ്ട്. നല്ലൊരു കോമഡി മൂവിയാണ്. അതേപോലെ ആക്ഷൻ നന്നായിട്ടുണ്ട്, ത്രില്ലിങ് നന്നായിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയ്ക്ക് ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഫാമിലിയായിട്ട് പോയി കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ് ആലപ്പുഴ ജിംഖാന. പക്ഷേ ഈ സിനിമ കാണുന്ന എല്ലാവർക്കും ഇതിൻ്റെ ക്ലൈമാക്സിനോട് പൊരുത്തപ്പെടാൻ കഴിയുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല.
അങ്ങനെ ഒരു ക്ലൈമാക്സിലാണ് സിനിമ പോയി നിൽക്കുന്നത്. അതിൻ്റെ കാരണം ഈ സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗം അവർ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് അവസാനം എഴുതിയൊന്നും കാണിക്കുന്നില്ല, എന്നാലും അവർ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഈ സിനിമയ്ക്ക് രണ്ടാം ഭാഗം വന്നു കഴിഞ്ഞാൽ ഈ സിനിമയുടെ ക്ലൈമാക്സ് അത്രയ്ക്ക് ഇഷ്ടപ്പെടാത്തവർക്കും എന്തായാലും ഇതിൻ്റെ രണ്ടാം ഭാഗം വരുമ്പോൾ ഇഷ്ടമാകും. കാരണം രണ്ടാം ഭാഗം വരികയാണെങ്കിൽ നസ്ലന് 8ൻ്റെ പണി ഉണ്ടാവും, നല്ല ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ 4 സിനിമകളിൽ എൻ്റെ അഭിപ്രായത്തിൽ ആലപ്പുഴ ജിംഖാനയ്ക്ക് 1ാം സ്ഥാനം.